So hey hello hi guys, welcome to Cool Vlogs. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഗോണിയപ്പ ദസറ അധ്യക്ഷനും ശ്രീ കുലച്ചണ്ട പ്രമോദ് ഗണപതി അവരുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് ചോദിച്ചിട്ട് അറിയാം എന്താണ് ഇപ്രാവശ്യത്തെ ദസറ, എങ്ങനെയാണ്, ഗ്രാൻഡ് ആണോ അല്ല സരളമാണോ അല്ല എങ്ങനെ അടിപൊളിയായിട്ടുണ്ട് ദസറ എന്നുള്ളത് നമുക്ക് ചോദിച്ചിട്ട് അറിയാം. എങ്ങനെയാണ് ഈ 10 ദിവസത്തെ ഫംഗ്ഷൻസ് നിങ്ങൾ പ്ലാൻ ആക്കിയിട്ടില്ലേ? 10 ദിവസത്തിന്റെ ഫംഗ്ഷന് പണ്ട് കണ്ണാലെ മനസ്സിലാവും എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പറയണമെന്ന് പറഞ്ഞാല് മലയാളത്തിന്റെ പ്രോഗ്രാം കൂടി നമ്മൾ വെച്ചിന് 8-ാം തീയതി കേരളത്തിന്റെ ഒരു നല്ല ഒരു പരിപാടി നടത്താറുണ്ട്. അന്ന് ഇത് നടത്തും. പക്ഷെ എല്ലാ ജനങ്ങളുടെ കാര്യക്രമം എന്തെന്റെ പരിപാടി എന്ന് പറഞ്ഞാല് ഈ ദസറ സമിതികൾ നടത്തുന്നുണ്ട്. 10 ദിവസം പരിപാടിയില് 10 ദിവസം അടിപൊളിയായിട്ടുണ്ടാവും എന്തായാലും ഇപ്പൊ ഫിക്സ് ആയിരുന്നു. അപ്പൊ ഇതിലൊരു അട്രാക്ഷൻ, മെയിൻ അട്രാക്ഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം എന്തായാലും ഉണ്ടാവും. അത് ഏതാണ് വരിക, ഏതൊരു ഡേ വരിക എന്നുള്ളതെന്ന് പറയാൻ പറ്റും? 3-ാം തീയതി തന്നെ ഈ തുടക്കം തന്നെ നമുക്ക് അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. എന്ന് കർണാടക സ്റ്റേറ്റില് ഏറ്റവും സീസൺഡ് ആയിട്ടുള്ള ഒരു സിംഗർ വന്നിട്ട് ഈ പരിപാടി നടത്തി തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ലെവലിന്റെ ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട്, യൂത്തിനുള്ളത്. അത് കോമ്പറ്റീഷൻ യുവദസറ ടൈമിൽ യൂത്തിലേക്കുള്ളത്. അതായിട്ട് 11 താരീഖ് എന്ത് ആയുധ പൂജ ഉണ്ട്, അന്നും വലിയൊരു പരിപാടി വെച്ചിന്. നേരത്തെ പറഞ്ഞങ്ങനെ 8-ാം തീയതി കേരളത്തിന്റെ ഓർക്കസ്ട്ര ഉണ്ടാവും. പക്ഷെ പേരിന്ന് പറയാൻ പറ്റില്ല എനിക്ക്. ഞാൻ മറ്റേ 30-ന് ഈ സംഗതിനെ പറയും എന്നിട്ട് 30-നാണ് എല്ലാം ഡിസ്ക്ലോസ് ആക്കാൻ പറ്റുന്നത്. ഇപ്പൊ എന്തായാലും ഒന്നും ഡിസ്ക്ലോസ് ആക്കാൻ പറ്റില്ല. ആരാ വരുന്നത്, എങ്ങനത്തെയാണ് ഫംഗ്ഷൻസ് ഒന്നും ഡിസ്ക്ലോസ് ആക്കാൻ പറ്റില്ല. 30th എന്തായാലും ഡിസ്ക്ലോസ് ആവും. കഴിഞ്ഞ പ്രാവശ്യം യുവദസറ ടൈമിൽ യുവദസറ നിങ്ങൾ പ്ലാൻ ആക്കുന്നില്ല, യുവദസറ അധ്യക്ഷരാണ് പ്ലാൻ ആക്കുന്നത്. പക്ഷെ നിങ്ങൾ അറിയുമല്ലോ യുവദസറ ടൈമിന് ഇവിടെ ബൈക്ക് റാലിയും ബൈക്ക് സ്റ്റണ്ടും യൂത്ത്സിനെ അട്രാക്ട് ആക്കാൻ കുറെ ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം അങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷൻസ് യൂത്തിനെ അട്രാക്ട് ആക്കാൻ വേണ്ടിയിട്ടുണ്ടോ? യൂത്തിനെ അട്രാക്ട് ആക്കാനുള്ളത് സൈക്കിൾ റേസ്, പിന്നെ ഇവിടെ ലോക്കൽ ചെക്കന്മാർ 2 പേർക്ക് യൂത്തിനുള്ളതായിട്ട് ഒരു ടഗഫർ ടീം അങ്ങനെ പ്രോഗ്രാം ഇട്ടിന്. അത് കഴിഞ്ഞിട്ട് ഈ റോഡ് ഷോ, ബൈക്ക് ഷോ എല്ലാം ആക്കിയില്ല, ഡേഞ്ചറസ് ഉള്ള കൊണ്ട് ഇപ്രാവശ്യം വേണ്ടാന്ന് ക്യാൻസൽ ആക്കിയിട്ട്. പക്ഷെ അത് റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് പബ്ലിക്കിനുള്ള ഒരു ന്യൂസൻസ് ആണെന്നിട്ട് അതിനാ പക്ഷെ അങ്ങനത്തെ പ്രോഗ്രാം റോഡിൽ വേണ്ട, ഗ്രൗണ്ട് വെച്ചിട്ട് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ട് അതാക്കാൻ. അപ്പോൾ ഈ സൈക്കിൾ റേസിനും അതേപോലെ ടഗ് ഓഫ് വാറിനും ഒരു ടൈം പീരീഡ് ഉണ്ടാവില്ല രജിസ്റ്റർ ആക്കാൻ? അത് ഓൾറെഡി കഴിഞ്ഞു പോയല്ലുണ്ട്, ആ ടൈം പീരീഡ് ഉണ്ട്. രജിസ്ട്രേഷൻ്റെ 7 അല്ല, രജിസ്ട്രേഷൻ ടൈമിങ്സ് അന്ന് ഇത് ഓൺ ദി സ്പോട്ട് വരെ ഉണ്ട്, ഐക്കോൺ ഉണ്ട്, ആ ഡേറ്റ് വരെ ഉണ്ട്. ആ ഡേറ്റ് വരെ അന്ന് രാവിലെ വന്നിട്ട് രജിസ്റ്റർ ആക്കുകയാണെങ്കിൽ ആ ടീമിന് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്ന ടീമിൽ നമ്മൾ ലോക്കൽ ബോയ്സ് മാത്രം വരണമെന്നുണ്ട്, ഇല്ല പുറത്തുനിന്നുള്ള ഗസ്റ്റ് ടീം ആയാലും. പക്ഷെ ഏജ് ലിമിറ്റ് ഉണ്ട്. 14-29 വരെയുടെ യൂത്ത്സ് മാത്രമേ വരാൻ പറ്റും. യൂത്ത് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മുടെ ഗവൺമെന്റ് ആക്കിന് 14 വയസ്സിന് 29 വയസ്സ് വരെയുള്ള ആൾക്കാർ മാത്രം ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ യുവദസറ പോലെ തന്നെ മക്കളെ ദസറ, മഹിളാ ദസറ, അങ്ങനത്തെ കുറെ ഫംഗ്ഷൻസും ഉണ്ടല്ലോ. അപ്പൊ അതെങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുണ്ടോ? നല്ല ഉണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ മക്കളെ ദസറത്തെ കുറെ ഇവന്റ്സ് ഉണ്ട്. കുട്ടികൾക്കുള്ളത് ഈ കഴിഞ്ഞ പ്രാവശ്യം അപ്പുറത്തെ പ്രാവശ്യം ചെയ്തെങ്ങനെ ഒരു റൂമുള്ള കുട്ടികൾക്ക് അദ്ദേഹത്തിന് ആക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഫുൾ ഓപ്പൺ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടാവും കളിക്കാനുള്ളത്. പിന്നെ ചെറിയ കുട്ടികൾക്കുള്ള സെപ്പറേറ്റ്, വലിയ കുട്ടികളെ സെപ്പറേറ്റ് വിങ് ആക്കിയിട്ട് ഒരു 20 ഐറ്റംസ് ഉണ്ട് കളിക്കാനുള്ള, എൻജോയ് ആക്കാനുള്ളത്. എല്ലാം ഔട്ട്ഡോർ ആക്കി. മഹിളാ ദസറക്ക് പുതിയ ഇതെല്ലാം ഉണ്ട് ഗെയിംസ്, വന്നിട്ട് കണ്ട മനസ്സിലാവും. 6-ാം തീയതി ഞായറാഴ്ച പരിപാടി ഗ്രൗണ്ടിലുണ്ടാവും. അപ്പോൾ ഈ 10 ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന ഒരു ടൈമിംഗ് പീരീഡ് ദസറന്റെ 6 മണിന്ന് 12 മണി വരെ ഉണ്ട് വൈകുന്നേരം. അതിനടുക്ക് 1 മണിക്കൂർ നമ്മളെ സ്റ്റേജ് പ്രോഗ്രാം ഇത് ഗസ്റ്റ് വരല്, അത് ആ പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 12 മണി വരെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ മെയിൻ ദസറ, ആ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ആ ഡേ ഗോണിയൊപ്പ എൻട്രി എന്ന് പറഞ്ഞൊരു ടൈമിംഗ് ഉണ്ട് വണ്ടികൾ ഓടിക്കളിക്കാൻ. അപ്പോൾ നിങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, ഇനിയും അതന്നെ ചോദിക്കുന്നുണ്ട്, വേറെ അവരും ഒന്നുകൂടി റിപ്പീറ്റ് ആക്കാൻ. ഇപ്പോൾ 12 എന്ത് നമ്മുടെ ടാബ്ലോസ് ആഫ്റ്റർനൂൺ ഉച്ചക്ക് പോകുന്നതിൻ്റെ അങ്ങനത്തെ ഒരു പ്രോഗ്രാമിലേക്ക് 12 4 മണി വരെ റോഡ് ബ്ലോക്കില്ല, പക്ഷെ ട്രാഫിക് ക്ലിയർ ആക്കിയിട്ടുണ്ടാവും, 0 ട്രാഫിക് ആയിട്ടുണ്ടാവും. ഇത് ട്രാഫിക് എന്ന് പറഞ്ഞാൽ എങ്ങനെ
വെഹിക്കിൾ പാർക്കിംഗ് ഉള്ളത് അതിനെല്ലാം എടുപ്പിക്കും. അത് കഴിഞ്ഞിട്ട് 6 മണിക്ക് ശേഷം എൻ്റെ ബോർഡർ ലോക്ക് ആയിട്ടുണ്ടോ അത് ബൈപ്പാസ് ചെയ്ത് അങ്ങനെ പോകും. ആ ലെവലിൽ പോകും. അപ്പോൾ ഇപ്രാവശ്യം DJ അലൗഡ് ഉണ്ടോ ഇല്ലേ? DJ അലൗഡ് ഇല്ല. സൗണ്ട് സിസ്റ്റം അലൗഡ്. സൗണ്ട് സിസ്റ്റം അലൗഡ് ഉണ്ട്, പക്ഷെ DJ അലൗഡ് ഇല്ല. സൗണ്ട് സിസ്റ്റം എന്ന് വെച്ചാൽ ഫംഗ്ഷൻസ് നടത്താൻ വേണ്ടി ടാബ്ലോ ലാസ്റ്റ് മൊമെന്റ് ടാബ്ലോ നടത്താനുള്ള സ്പീക്കേഴ്സ് സൗണ്ട് സിസ്റ്റം വേണം. അതിനുള്ള എന്ത് എഫക്റ്റ് ഉള്ള സാധനം വേണം അത് വേണ്ടി വെച്ചിട്ട് വരാം. പക്ഷെ DJ കോൺസെപ്റ്റ് ഇല്ല. താങ്ക് യു. പോവാ.